The poem, Batter My Heart, 3% God, a poem by John Donne. First, I will read the poem. Batter my heart, 3% God for you, as yet but knock, breathe, shine, and seek to mend, that I may rise and stand, overthrow me and bend, you are forced to break, blow, burn, and make me new. I like an usurped town to another due, labor to admit you, but ought to no end. Reason, your viceroy in me should defend, but is captived and proves weak or untrue. Yet dearly I love you, and would be loved fain, but am betrothed unto your enemy. Divorce me, untie or break that knot again. Take me to you, imprison me, for I, except you enthrall me, never shall be free, nor ever chaste except you ravish me. Now, batter my heart. Batter means strike hard. ആഞ്ഞടിക്കുക. ബാറ്റർ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുക. 3% ഗോഡ് മീൻസ് ഫാദർ, സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. Batter my heart, 3% God. So it is a request to God to batter his heart. ദൈവത്തോട് കവി അഭ്യർത്ഥിക്കുകയാണ് തൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കാൻ. For you, as yet you knock. For you, for because you means God. As yet but knock. ഇതുവരെയായും knock, breathe, shine and seek to mend. നോക്ക് ചെയ്യുന്നു, ചെറുതായിട്ട് തട്ടുന്നു, ബ്രീത്ത് ഊതുന്നു, ഷൈൻ തിളക്കാൻ ശ്രമിക്കുന്നു, സീക്ക് ടു മെൻഡ് നേരെയാക്കാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഐ മേ റൈസ് ആൻഡ് സ്റ്റാൻഡ്, അങ്ങനെ ഞാൻ നല്ല വ്യക്തിയായി മാറും എന്ന് വിചാരിക്കുന്നു. അതായത് കവി പറയുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒരു ഗോൾഡ് സ്മിത്ത് ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം തന്നെ നേരെയാക്കാൻ. പക്ഷെ അത് പര്യാപ്തമാവില്ല. ചെറിയ രീതിയിലുള്ള മെൻഡിങ് കൊണ്ടൊന്നും താൻ നേരെയാവാൻ പോകുന്നില്ല. ഇവിടുത്തെ ഇമേജ് എന്ന് പറയുന്നത് പാപത്തിൻ്റെ കാസിലിൽ, കൊട്ടാരത്തിൽ അല്ലെങ്കിൽ സേറ്റൻ്റെ കൊട്ടാരത്തിൽ ആണ് ഇപ്പോൾ കവി. അപ്പോഴാ കവിയെ ആ ഇംപ്രിസൺമെൻറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ദൈവം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമം ഫീബിളാണ്, വളരെ ദുർബലമാണ്. അതുകൊണ്ടാണ് കവി ദൈവത്തോട് ആവശ്യപ്പെടുന്നത്, ബാറ്റർ മൈ ഹാർട്ട്, ഓവർത്രൂ മീ ആൻഡ് ബെൻഡ്, യു ആർ ഫോഴ്സ്ഡ് ടു ബ്രേക്ക്. അങ്ങ് മൊത്തമായ ശക്തി ഉപയോഗിക്കണം. ബ്രേക്ക്, ബ്ലോ, ബേൺ ആൻഡ് മേക്ക് മീ ന്യൂ. മൊത്തമായ ശക്തി ഉപയോഗിച്ച് എന്നെ പുതുതാക്കിയെടുത്തേ പറ്റൂ. അതായത് ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഇരുമ്പിനെ എങ്ങനെയാണോ ശക്തിയായി ആ ഇരുമ്പ് പഴിപ്പിച്ചതിന് ശേഷം ആഞ്ഞടിച്ച് ശരിയാക്കുന്നത്, അതേപോലെ ശരിയാക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ഇമേജായിട്ട് കവി പറയുന്നത്. ഐ ലൈക്ക് ആൻ ഉസേർപ്ഡ് ടൗൺ. അടുത്തതായിട്ട് കവി പറയുന്നത് കവി ഒരു ഉസേർപ്ഡ് ടൗൺ ആണ്. യുസേർപ്ഡ് ടൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥ ഭരണാധികാരി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു രാജ്യം. യുസേർപ്ഡ് ടൗൺ ടു അനദർ ഡ്യൂ, മറ്റൊരാൾക്ക് അർഹതയുള്ള ടൗണാണ്. അപ്പോഴും തനിക്ക് താനാകുന്ന രാജ്യത്ത് യഥാർത്ഥത്തിൽ ഭരിക്കേണ്ടിയിരുന്നത് ദൈവമാണ്. ലേബർ ടു അഡ്മിറ്റ് യു, ഇപ്പോഴും ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങയെ അഡ്മിറ്റ് ചെയ്യാൻ. ബട്ട് അലാസ്, കഷ്ടം. ടു നോ എൻഡ്, പക്ഷേ അതിന് റിസൾട്ടില്ല, നടക്കുന്നില്ല. റീസൺ, യുക്തി. യുവർ വൈസ്രോയ് ഇൻ മീ, അങ്ങയുടെ അസിസ്റ്റൻറ്റ്. മീ ഷുഡ് ഡിഫെൻഡ്, എന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടതായിരുന്നു. എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, എന്നെ നേരെയാക്കാൻ വേണ്ടി അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ആ റീസൺ, യുക്തി എന്ന് പറയുന്ന വൈസ്രോയി ആകട്ടെ ഈസ് ക്യാപ്റ്റീവ്ഡ്, ഇപ്പോൾ അടിമയാകപ്പെട്ടിരിക്കുന്നു.
ആൻഡ് പ്രൂവ്സ് വീക്ക്, ദുർബലനായിരിക്കുന്നു. ഓർ അൺട്രൂ, അല്ലെങ്കിൽ സത്യസന്ധനല്ലാതായിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത്, കവി എന്ന് പറയുന്നത് ഒരു യുസേർപ്ഡ് ടൗൺ പോലെയാണ്. യഥാർത്ഥത്തിൽ ദൈവം ഭരിക്കേണ്ടിയിരുന്ന ആ ടൗണിൽ ഇപ്പോൾ ഭരിക്കുന്നത് ചെകുത്താനാണ്. എനിക്ക് ദൈവത്തിനെ തന്നെയാണ് ഇഷ്ടം, പക്ഷേ ഞാൻ മാറിയിരിക്കുകയാണ്. ദൈവം യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്ന അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അസിസ്റ്റൻ്റ് കാല് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ദുർബലനായിരിക്കുന്നു. യെറ്റ് ഡിയർലി ഐ ലവ് യു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ദൈവത്തെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ആൻഡ് വുഡ് ബി ലവ്ഡ് ഫെയിൻ. ഒരുപാടായിട്ട് അങ്ങേ തന്നെ ഇഷ്ടപ്പെടുന്നു. ബട്ട് ആം ബെട്രോത്ത്ഡ് അൺ ടു യുവർ എനിമി. ബട്ട് ആം ബെട്രോത്ത്ഡ്, എൻഗേജ്ഡ്, അൺ ടു യുവർ എനിമി, അൺ ടു യുവർ എനിമി. അങ്ങയുടെ ശത്രുവുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് താൻ. അല്ലെങ്കിൽ ബട്ട് ആം ബിട്രോത്ത്ഡ് അൺ ടു യുവർ എനിമി. അപ്പോൾ ദൈവമായിരുന്നു സത്യത്തിൽ എൻ്റെ കാമുകൻ, പക്ഷേ ഞാനിപ്പോൾ ചെകുത്താനുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ വ്യക്തിയെപ്പോലെയാണ്. ഡിവോഴ്സ് മീ, സെപ്പറേറ്റ് മീ. സോ ഗോഡ്, ദൈവമേ, എന്നെ ചെകുത്താനിൽ നിന്ന് മാറ്റുക. അൺടൈ, ആ കെട്ടഴിക്കുക, ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക, ചെകുത്താൻ്റെ ബന്ധനത്തിൽ നിന്ന്. ഓർ ബ്രേക്ക് ദാറ്റ് നോട്ട് എഗെയിൻ, ആ കുരുക്ക് എന്നിൽ നിന്ന് എടുത്തു മാറ്റുക. അപ്പോഴടുത്തൊരു ഇമേജായിട്ട് പറയുന്നത്, ദൈവത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന, ദൈവത്തിൻ്റെ കാമുകിയായിരുന്ന സ്ത്രീ ഇപ്പോൾ ചെകുത്താനെ വിവാഹം കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം വന്നിട്ട് ചെകുത്താനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ചെകുത്താനിൽ നിന്ന് തന്നെ രക്ഷിച്ചു കൊണ്ടുപോകണം. ടേക്ക് മീ ടു യു, ദൈവം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇംപ്രിസൺ മീ, എന്നിട്ട് എന്നെ പൂട്ടിയിടണം. ഫോർ ഐ എക്സെപ്റ്റ് യു എൻത്രാൾ മീ. എൻത്രാൾ, മേക്ക് എ സ്ലേവ്, അടിമയാക്കുക. അങ്ങ് അടിമയാക്കിയാൽ മാത്രമേ നെവർ ഷാൽ ബി ഫ്രീ. അടിമയാക്കിയില്ലെങ്കിൽ എക്സെപ്റ്റ് യു എൻത്രാൾ മീ, നെവർ ഷാൽ ബി ഫ്രീ. എനിക്കൊരിക്കലും ഫ്രീഡം കിട്ടുകയില്ല, സ്വാതന്ത്ര്യം കിട്ടുകയില്ല. ഇതൊരു പാരഡോക്സാണ്. അങ്ങ് എന്നെ പൂട്ടിയിട്ടാൽ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ദൈവത്തിൻ്റെ അടിമയായി കഴിയുമ്പോഴാണ് ഞാൻ സ്വതന്ത്രനാകുന്നത്. നോർ എവർ ചേസ്ഡ് എക്സെപ്റ്റ് യു റാവിഷ് മീ. അതുപോലെ നോർ എവർ ചേസ്ഡ്, ചാരിത്ര്യമുണ്ടായിരിക്കുക. നോർ എവർ ചേസ്ഡ് എക്സെപ്റ്റ് യു റാവിഷ് മീ. റാവിഷ്, റേപ്പ്. അപ്പോൾ അങ്ങ് എൻ്റെ ചാരിത്രം നശിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ചാരിത്രം ഉണ്ടാവുകയുള്ളൂ. ഇതും അടുത്ത പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. Let me explain the notes. You just take the notes. I will explain it. John Donne was one of the most remarkable literary figures of the Elizabethan age. John Donne was one of the most remarkable, എടുത്തു പറയത്തക്ക ലിറ്റററി ഫിഗേഴ്സ്, സാഹിത്യകാരനാണ്, ഓഫ് ദ എലിസബത്തൻ ഏജ്. എലിസബത്തൻ കാലഘട്ടത്തിലെ എടുത്തു പറയത്തക്ക സാഹിത്യകാരൻ. ബട്ട് ഹി ബ്രോക്ക് അവേ ഫ്രം ദ എലിസബത്തൻ ട്രഡീഷൻസ്. പക്ഷെ അദ്ദേഹം എലിസബത്തൻ പാരമ്പര്യങ്ങളിൽ നിന്ന് വഴിമാറുകയും ആൻഡ് ഫൗണ്ടഡ്, സ്ഥാപിച്ചു, ദ സോ കോൾഡ് മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി. മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി എന്ന പേരിൽ ഒരു സ്കൂൾ ഓഫ് പോയിട്രി സ്ഥാപിക്കുകയുണ്ടായി എന്ന് പറയും. ഡിസ്പ്ലേ ഓഫ് ലേണിംഗ്, പാണ്ഡിത്യത്തിന്റെ പ്രകടനം. വിറ്റി എക്സസൈസ്, ബൗദ്ധികമായിട്ടുള്ള വാക്കുകളുടെ ഉപയോഗം. ഫാർഫെച്ച്ഡ് ഇമേജസ്, ദൂരവ്യാപകമായിട്ടുള്ള കാവ്യബിംബങ്ങൾ കൊണ്ടുവരൽ. യൂസ് ഓഫ് കൺസീറ്റ്സ്, വലിയ ഉപമ അലങ്കാരങ്ങളുടെ സഹായം. ഹൈപ്പർബോൾസ്, അത്യുക്തി, യുക്തിക്ക് നിരക്കുന്നതിലും അതീതമായ രീതിയിൽ കാര്യങ്ങൾ പറയുക. കോൺസെൻട്രേറ്റഡ് സ്റ്റൈൽ, ചുരുക്കി പറയുക. പ്രെഡോമിനൻസ് ഓഫ് ലിറിക്കൽ നോട്ട്സ്, ഭാവഗീതത്തിന്റെ മേധാവിത്വം. ആൻഡ് റിലീജിയസ്, മതപരം, ഓർ ആമറസ്, കണക്കെടുത്തില്ലാവും, റിലീജിയസ് ഓർ ആമറസ് തീം, പ്രണയവുമായിട്ട് ബന്ധപ്പെടുന്നതോ മതപരമായിട്ട് ബന്ധപ്പെടുന്നതോ ആയ പ്രതിപാദ്യ വിഷയം ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റാഫിസിക്കൽ പോയിട്രി. ഇതൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയിട്രിയുടെ പ്രധാന സവിശേഷതകൾ. ബാറ്റർ മൈ ഹാർട്ട് ഈസ്
വൺ ഓഫ് ഹിസ് റിലീജിയസ് പോയംസ്. ഇദ്ദേഹത്താൽ എഴുതപ്പെട്ട ഒരു റിലീജിയസ് പോയമാണ് ബാറ്റർ മൈ ഹാർട്ട്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സോണറ്റ്. ഒരു സോണറ്റിന്റെ രൂപത്തിലാണ്. സോണറ്റ് എന്ന് പറഞ്ഞാൽ എ 14 ലൈൻഡ് പോയം വിത്ത് എ സ്പെഷ്യൽ റൈം സ്കീം. 14 വരിയുള്ള ഒരു കവിതയാണ്, പ്രത്യേക റൈം സ്കീമിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. In the octave of Donne's celebrated holy sonnet, octave ആദ്യ പാട്ട്, octave of Donne's celebrated holy sonnet, ജോൺ ഡണ്ണിന്റെ ഈ ഹോളി സോണറ്റിന്റെ ഒക്ടേവിൽ the poet presents himself as a prisoner. കവി ഒരു prisoner ആയിട്ടാണ് തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. In the castle of sin, പാപത്തിന്റെ കൊട്ടാരത്തിൽ കിടക്കുന്ന പാപത്തിന്റെ കൊട്ടാരത്തിൽ കഴിയുന്ന വ്യക്തിയായിട്ട്. He makes a passionate appeal. വികാരപരമായ ഒരു അഭ്യർത്ഥന അയാൾ നടത്തുകയാണ് to the Trinity, ത്രിമൂർത്തികളോട്. He confesses that he is a sinner. അയാൾ തുറന്നു പറയുന്നു അയാൾ ഒരു പാപിയാണ്. And wants God to use all his powers to batter his heart. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് to batter his heart, തന്റെ ഹൃദയത്തെ നേരെയാക്കണമെന്ന്. The poet's awareness of sin is revealed in the metaphors that dominate the poem. കവിയുടെ ബോധ്യം, അതായത് താനൊരു പാപിയാണെന്നുള്ള ബോധം is revealed, പുറത്തു വരുന്നത് മെറ്റഫോഴ്സിലൂടെയാണ്, കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന രൂപകാലങ്കാരങ്ങളിലൂടെയാണ്. Metaphors that dominate the poem. കവിതയിൽ സത്യത്തിൽ ഈ രൂപകാലങ്കാരങ്ങളുടെ മേധാവിത്വമാണ് കാണുന്നത്. The poet is an usurped town. കവി ഒരു usurped town, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു യഥാർത്ഥ ഭരണാധികാരി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു ടൗണായിട്ടാണ് തന്നെ കരുതുന്നത്. വിച്ച് വാസ് ഗോഡ്സ് ടെറിട്ടറി. അവിടുത്തെ യഥാർത്ഥ ഭരണാധികാരി ദൈവമായിരുന്നു, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ പ്രദേശമായിരുന്നു താൻ. ബട്ട് ഹാസ് ബീൻ കോൺകേർഡ് ബൈ ആൻ ഉസർപ്പർ. പക്ഷെ ഇപ്പൊ മറ്റൊരു വ്യക്തി ആ സ്ഥാനം വഹിക്കുകയാണ്. ആ മറ്റൊരു വ്യക്തി മറ്റാരുമല്ല, സിൻ. ഇപ്പൊ തന്നെ ഭരിക്കുന്നത് പാപമാണ്, സിന്നാണ്. യഥാർത്ഥത്തിൽ ഭരിക്കേണ്ടിയിരുന്നത് ദൈവമായിരുന്നു. റീസൺ, ദ ഫോമർ വൈസ്രോയ്, പണ്ടത്തെ വൈസ്രോയ്, അസിസ്റ്റന്റ്, ദൈവത്തിന്റെ അസിസ്റ്റന്റ് ഓഫ് ദ യുസർപ്ഡ് ടൗൺ ഈസ് പവർലെസ്. ഇപ്പൊ ശക്തിയില്ല. ഫോർ ഇറ്റ് ഹാസ് ബീൻ എൻസ്ലേവ്ഡ്, മെയ്ഡ് എ സ്ലേവ്, എൻസ്ലേവ്ഡ് ബൈ സിൻ. പാപി അല്ലെങ്കിൽ പാപം ഈ വൈസ്രോയിയെ, അതായത് റീസൺ ആകുന്ന വൈസ്രോയിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ദൈവം പണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം തന്റെ അസിസ്റ്റന്റിനെ വെച്ചിരുന്നു. ആ അസിസ്റ്റന്റ് ആണ് വൈസ്രോയ്, അതായത് റീസൺ, യുക്തി എന്ന് പറയുന്നത്. പക്ഷെ യുക്തി ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല, അത് പവർലെസ് ആയി, ശക്തിയില്ലാതായി. ഫോർ ഇറ്റ് ഹാസ് ബീൻ എൻസ്ലേവ്ഡ് ബൈ സിൻ. സോ ഹി വാണ്ട്സ് ഗോഡ്, ദൈവത്തോട് ആവശ്യപ്പെടുന്നു, ടു ബ്രേക്ക് ഓപ്പൺ ദ കാസിൽ, തന്റെ കൊട്ടാരം തുറക്കാൻ, ആൻഡ് റെസ്ക്യൂ ഹിം. ബ്രേക്ക് ഓപ്പൺ ദ കൊട്ടാരം തുറന്നതിന് ശേഷം തന്നെ രക്ഷിക്കണം. ഞാൻ ചെകുത്താന്റെ കൊട്ടാരത്തിലാണ്, അല്ലെങ്കിൽ പാപത്തിന്റെ കൊട്ടാരത്തിലാണ്, അത് വന്ന് തുറന്ന് തന്നെ രക്ഷിക്കണമെന്ന് പറയുന്നു. ഇൻ ദ സെസ്റ്ററ്റ് ഓഫ് ഡൺസ് ഹോളി സോണറ്റ്, സോണറ്റിന്റെ രണ്ടാം ഭാഗം സെസ്റ്ററ്റ്. സെസ്റ്ററ്റിൽ ദ പോയിറ്റ് ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് എ ഗേൾ മാരീഡ് ടു ഹർ ലവേഴ്സ് എനിമി. കവി തന്നെ വർണ്ണിക്കുന്നത് ഒരു പെൺകുട്ടി, മാരീഡ് ടു ഹർ ലവേഴ്സ് എനിമി, കാമുകന്റെ ശത്രുവിനെ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആയിട്ടാണ്. ഗോഡ് മസ്റ്റ് ബ്രേക്ക് ദ ബോണ്ട് ഓഫ് മാരേജ്. ഈ മാരേജ് ബോണ്ട്, ഈ വിവാഹ ബന്ധം ദൈവമാകുന്ന കാമുകൻ വന്ന് തകർക്കണം. ആൻഡ് ടേക്ക് ഹിം അണ്ടർ ഹിസ് പ്രൊട്ടക്റ്റീവ് കെയർ, എന്നിട്ട് തന്നെ ദൈവത്തിന്റെ സംരക്ഷണയിൽ പാർപ്പിക്കണം. ഹി ക്യാൻ ബി ചേസ്ഡ്, തനിക്ക് ചാരിത്ര്യം കിട്ടും. ഒൺലി ഇഫ് ഗോഡ് ഈസ് ദെയർ ടു റാവിഷ് ഹിം, ദൈവം തന്റെ ചാരിത്ര്യം റാവിഷ് ചെയ്ത നശിപ്പിച്ചാൽ മാത്രം. ഒരു പാരഡോക്സിന്റെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി പൂട്ടിയിട്ടാലേ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. ദൈവം എന്റെ ചാരിത്രം നശിപ്പിച്ചാലേ എനിക്ക് ചാരിത്രം ഉണ്ടാവുകയുള്ളൂ. ദി പോയം ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഈസ് എ ഡ്രാമാറ്റിക് മോണലോഗ്. ഒരു വലിയ പരിധി വരെ ഈ കവിത ഒരു ഡ്രാമാറ്റിക് മോണലോഗിന്റെ രൂപത്തിൽ വരും. ദ ഡ്രാമാറ്റിക് എലിമെന്റ് പ്രിഡോമിനേറ്റ്സ്. നാടകീയതയ്ക്ക് ഇവിടെ മേധാവിത്വമുണ്ട്. The poem clearly brings out the conflict in the poet's mind. കവിയുടെ മനസ്സിലെ സംഘർഷം അവതരിപ്പിക്കുന്നു. He is a sinner. അയാൾ ഒരു പാപിയാണ്. And is in the castle of Satan. അയാൾ സാത്താന്റെ സേറ്റന്റെ കാസിൽ കൊട്ടാരത്തിലാണ്. He wants to be saved by God. ദൈവത്താൽ രക്ഷിക്കപ്പെടണമെന്നാണ് അയാളുടെ ആഗ്രഹം.
Thus the conflict between good and evil is presented in a unique way. അങ്ങനെ ഈ കവിതയിൽ ആ കോൺഫ്ലിക്റ്റ്, ആ സംഘർഷം, നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം അവതരിപ്പിക്കപ്പെടുന്നു ഇൻ എ യുണീക്ക് വേ, അനുപമ രീതിയിൽ. എഗെയിൻ he is presented as wedded to the villain. ഇയാളെ അവതരിപ്പിക്കുന്നു താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വില്ലനെയാണെന്ന്. He wants to overpower the villain. വില്ലനെ അതിജീവിക്കണമെന്ന് മോഹമുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്, ദൈവസഹായത്താൽ. ആൻഡ് ടു ബിക്കം ദ ട്രൂ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ യഥാർത്ഥ കാമുകിയായി മാറാനും എനിക്ക് മോഹമുണ്ട്. ദൈവമാണ് എന്റെ ഹീറോ, ദ ഹീറോ. Thus the poem clearly brings out the conflict in the poet's mind. കവിയുടെ മനസ്സിലെ സംഘർഷമാണ് ഈ കവിത ചിത്രീകരിക്കുന്നത്. Donne presents everything in an unconventional way. Donne എല്ലാം അവതരിപ്പിക്കുന്നത് അൺകൺവെൻഷണൽ ആയിട്ടാണ്, അതായത് മോഡേൺ ആയിട്ട്, ഒരു മോഡേൺ ആധുനിക രീതിയിലാണ്. The images used by him are somewhat shocking. അയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ്, കാവ്യബിംബങ്ങളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. അൾട്രാ മോഡേൺ പോയിറ്റ്സ്, അത്യന്താധുനിക കവികൾ ലൈക്ക് T.S. Eliot have imitated Donne in this regard. ഡണ്ണിനെ അനുകരിച്ചിട്ടുണ്ട് ഈ രീതിയിൽ. Now lines for critical comments. I, like an usurped town, to another due, labor to admit you, but to no end. These lines can be asked for critical comments. Those who have the notes with you can write the first, second, and the last paragraphs of the essay as the answer to this. The second passage is, but I am betrothed to your enemy. Divorce me, untie or break that note again. Or yet another passage, except you enthrall me, never shall be free, nor chaste except you ravish me. As the answer, you can write the first, third, and the last paragraph of the given essay. Now, short notes. What are the major metaphors in the poem? ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫേഴ്സ് ഏതൊക്കെയാണ്? Metaphor is a figure of speech in which two unlike objects are compared by identification or by the substitution of one for the other. Metaphor എന്ന് പറയുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്, ഒരു അലങ്കാരമാണ്. Two unlike objects are compared. രണ്ട് ഒരേപോലെ അല്ലാത്ത വസ്തുക്കളെ താരതമ്യം ചെയ്തിരിക്കും. ബൈ ഐഡന്റിഫിക്കേഷൻ ഓർ ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ഫോർ ദ അതർ. ഒന്നുകിൽ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പറയും. അതായത് അത് തന്നെയാണ് ഇത് എന്ന് പറയുന്നതാണ് മെറ്റഫർ. ഇറ്റ് ഈസ് ആൻ ഇംപ്ലൈഡ് സിമിലി. ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഇംപ്ലൈഡ് സിമിലിയാണ്. സിമിലി ആകുമ്പോൾ നമ്മൾ ലൈക്ക് ഉപയോഗിക്കും. ഇപ്പം മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ സിമിലി. ബട്ട് മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫർ ആവും. ഇംപ്ലൈഡ് സിമിലിയാണ്. ഇറ്റ് ഈസ് ത്രൂ ടു മേജർ മെറ്റഫേഴ്സ് ദാറ്റ് ദ പോയിറ്റ് കൺവേസ് ഹിസ് ഐഡിയാസ് ഇൻ ഹിസ് പോയം. ഈ കവിതയിൽ രണ്ട് മേജർ ആയിട്ടുള്ള മെറ്റഫേഴ്സ് ഉപയോഗിച്ചാണ് കവി കൺവേ ചെയ്യുന്നത്. In his poem, Batter My Heart, the poet says that he is an usurped town. ആദ്യമായി പറയുന്നത് താനൊരു സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു രാജാവിന്റെ അല്ലെങ്കിൽ യുസേർപ്ഡ് ടൗൺ ആണെന്നാണ് പറയുന്നത്. Which was God's territory. ഈ രാജ്യമാകട്ടെ ദൈവത്തിന്റേതായിരുന്നു. ബട്ട് ഹാസ് ബീൻ കോൺകേർഡ് ബൈ ആൻ യുസർപ്പർ. പക്ഷെ മറ്റൊരാൾ അതിക്രമിച്ച് കയറി വന്നു. സിന്നാണ് അതിക്രമിച്ച് കയറി വന്നു. റീസൺ, യുക്തി. ദ ഫോമർ വൈസ്രോയി ടു ദ യുസർപ്ഡ് ടൗൺ. പണ്ടത്തെ വൈസ്രോയി, ദൈവം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അസിസ്റ്റന്റ് ആക്കിയിട്ട് പോയിരുന്ന വൈസ്രോയി ഈസ് പവർലെസ്. ഇപ്പൊ ശക്തിയില്ല. ഫോർ ഇറ്റ് ഹാസ് ബീൻ എൻസ്ലേവ്ഡ് ബൈ സിൻ. പാപം അതിൽ മേധാവിത്വം സ്ഥാപിച്ചു. Again, he is a girl married to her lover's enemy. വീണ്ടും കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത മെറ്റഫർ ഉപയോഗിക്കുന്നത് താനൊരു പെൺകുട്ടിയാണ്, മാരീഡ് ടു ഹർ ലവേഴ്സ് എനിമി, കാമുകന്റെ ശത്രുവിനെ വിവാഹം കഴിച്ചു. ഗോഡ് മസ്റ്റ് ബ്രേക്ക് ദ ബോണ്ട് ഓഫ് ഹിസ് മാരേജ്. ഈ മാരേജ് ബോണ്ട് ദൈവം ബ്രേക്ക് ചെയ്യണം. ആൻഡ് ടേക്ക് ഹിം അണ്ടർ ഹിസ് പ്രൊട്ടക്റ്റീവ് കെയർ. തന്റെ ദൈവത്തിന്റെ സംരക്ഷണയിൽ തന്നെ പാർപ്പിക്കണം. ഹി ക്യാൻ ബി ചേസ്ഡ് ഓൺലി ഇഫ് ഗോഡ് ഈസ് ദയർ ടു റാവിഷ് ഹിം. തനിക്ക് ചാരിത്രം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചാരിത്രം നശിപ്പിക്കണം. Another question, what do you think of the poet's faith in God?
Donne is a religious poet. He was a priest who wrote poetry. സത്യത്തിൽ ഒരു പ്രീസ്റ്റ് ആയിരുന്നു, കവിത എഴുതി. The poems of this Roman Catholic, ഈ റോമൻ കാത്തോലിക് പ്രീസ്റ്റിന്റെ കവിതകൾ turned Anglican. No, the poems of this Roman Catholic turned Anglican. ഈ കവിതകൾ, അതായത് ദ പോയംസ് ഓഫ് ദിസ് റോമൻ കാത്തലിക് ടേൺഡ് ആംഗ്ലിക്കൻ, ആ പണ്ട് റോമൻ കാത്തോലിക് ആയിരുന്നു, പിന്നെ ആംഗ്ലിക്കനായിട്ട് മാറിയ ഈ കവിയുടെ കവിതകൾ ആർ പെർമീറ്റഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് റിലിജിയൻ, നിറഞ്ഞിരിക്കുന്നത് മതത്തിന്റെ മനോഭാവവും ആൻഡ് ഡിവൈൻ ഇൻഫ്ലുവൻസ്, ദൈവിക സ്വാധീനവുമാണ്. In his holy sonnet, Batter My Heart, he makes a passionate appeal. വികാരപരമായ ഒരു അഭ്യർത്ഥന നടത്തുകയാണ് to God to batter his heart. തന്റെ ഹൃദയം ഒന്ന് അടിച്ച് നേരെയാക്കണമെന്ന്. The poet is an usurped town. കവിയെ അവതരിപ്പിക്കുന്നത് താനൊരു usurped town ആണ്, which was God's territory. അത് പണ്ട് ദൈവത്തിന്റെ സ്ഥലമായിരുന്നു, but has been conquered by an usurper. ഇപ്പോൾ അത് വേറൊരാൾ കീഴടക്കി വെച്ചിരിക്കുന്നു, സിന്നാണ്, പാപം. He appeals to God, ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നു, to save him, തന്നെ രക്ഷിക്കാൻ. Again he describes himself as a girl married to her lover's enemy. വിവരിക്കുന്നു ഒരു പെൺകുട്ടിയായിട്ട്, married to her lover's enemy, ലവറിന്റെ എനിമിയെ വിവാഹം കഴിക്കേണ്ടി വന്നു, അതായത് ഗോഡിന്റെ എനിമിയെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു സ്ത്രീയായിട്ട് അവതരിപ്പിക്കും. God must break the bond of this marriage, his marriage. ദൈവം ബ്രേക്ക് ചെയ്തേ പറ്റൂ ഈ മാരേജിന്റെ ബോണ്ട്, and take him under his protective care. ദൈവത്തിന്റെ സംരക്ഷണയിൽ തന്നെ കൊണ്ടുപോകണം. He can be chased only if God is there to ravish him. തനിക്ക് ചാരിത്രം ഉണ്ടാകണമെങ്കിൽ ദൈവം തന്റെ ചാരിത്രം കവർന്നെടുക്കണം. Thus the poem presents Donne's firm faith in God in a unique way. ഡണ്ണിന്റെ ഉറച്ച ദൈവവിശ്വാസം അനുപമ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നതാണ് കവിത. Now another question that can be asked, what are the paradoxes used in the poem? ഏതൊക്കെയാണ് ഈ വിരോധാഭാസങ്ങൾ? By paradox we mean an apparent contradiction. പാരഡോക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സീമിങ്, അപ്പാരന്റ് എന്ന് വെച്ചാൽ സീമിങ് കോൺട്രഡിക്ഷൻ. പെട്ടെന്ന് അത് ശരിയല്ല എന്ന് തോന്നിപ്പോകും, വൈരുദ്ധ്യം തോന്നും, അതാണ് പാരഡോക്സ്. അപ്പോഴേ അത്ഭുതം തോന്നും, കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. At first reading it may seem absurd. അതായത് ആദ്യത്തെ റീഡിങ്ങിൽ ആ ലൈൻ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അബ്സേർഡ് ആണ്, പരിഹാസപരമാണ്, ഓർ ഇമ്പോസിബിൾ, അസാധ്യമാണ്. ബട്ട് ഓൺ എക്സാമിനേഷൻ പക്ഷെ കൂടുതൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ടു എക്സ്പ്രസ് ഇൻ എ മെമ്മറബിൾ വേ, എ ട്രൂത്ത്. അത് ഒരു സത്യത്തെ അവതരിപ്പിക്കലായിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ശരിയല്ലെന്ന് തോന്നുകയും കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നതാണ് പാരഡോക്സ്. The poem Batter My Heart by John Donne is based on the central paradox of Christianity. ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെടുന്ന ഒരു സെൻട്രൽ പാരഡോക്സിൽ അധിഷ്ഠിതമാണ്. ക്രൈസ്റ്റ് ക്രൂസിഫിക്ഷൻ, ക്രൈസ്റ്റിന്റെ കുരിശിൽ താരണം, ആൻഡ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ്, ആർ ദ വൈറ്റൽ ട്രൂത്ത്സ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇതൊക്കെ പ്രധാനപ്പെട്ട സത്യങ്ങളാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ. Man must be purged. മനുഷ്യൻ പർജ്ഡ്, പ്യൂരിഫൈഡ്, ശുദ്ധീകരിക്കപ്പെടണം. ബിഫോർ ഹി ക്യാൻ ബി ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കാൻ. ആൻഡ് എൻ്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ, അതായത് സ്വർഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് മനുഷ്യന് പ്യൂരിഫിക്കേഷൻ വേണം, പ്യൂരിഫൈഡ് ആവണം. ഡൺ ഡസ് നോട്ട് വാണ്ട് ഗോഡ് ടു ബി ജെന്റിൽ. ഡൺ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല ദൈവം ജെന്റിലായിരിക്കണം, കൈൻഡായിരിക്കണം, ദയാപരമായിരിക്കണം, ആൻഡ് പെർസ്വേസീവ്, പ്രേരിപ്പിക്കുന്നതായിരിക്കണം. ബട്ട് റാദർ ടു യൂസ് ഫോഴ്സ് അഗെയിൻ, പക്ഷെ ദൈവം അതിന് പകരമായിട്ട് ഫോഴ്സ് ഉപയോഗിക്കണമെന്നാണ്. ഗോഡ് മസ്റ്റ് ബ്രേക്ക് ദ ബോണ്ട് ഓഫ് ഹിസ് മാരേജ് ടു സേറ്റൻ. സേറ്റനുമായിട്ടുള്ള എല്ലാ ബോണ്ടും ലംഘിക്കണം. ഞാനും സേറ്റനും തമ്മിലുള്ള ബോണ്ട് എല്ലാം ദൈവം സഹായത്താൽ ലംഘിക്കപ്പെടണം. ആൻഡ് ടേക്ക് ഹിം അണ്ടർ ഹിസ്, തന്നെ സംരക്ഷണയിൽ എടുക്കണം ദൈവം. ഹി ക്യാൻ ബി ചേസ്ഡ് ഓൺലി ഇഫ് ഗോഡ് ഈസ് ദെയർ ടു റാവിഷ് ഹിം. തനിക്ക് ചാരിത്രം വേണമെങ്കിൽ ദൈവം തന്റെ ചാരിത്രം നശിപ്പിക്കണം. Thus Donne uses many paradoxes to convey his idea. അങ്ങനെ നോക്കുമ്പോൾ Donne ഒരുപാട് വിരോധാഭാസം ഉപയോഗിക്കുകയാണ് തന്റെ ഐഡിയ കൺവേ ചെയ്യാൻ. And the use of paradoxes makes the poem highly palatable. ഈ പാരഡോക്സിന്റെ ഉപയോഗം കവിതയെ അങ്ങേയറ്റം പാലറ്റബിൾ, ടേസ്റ്റ്ഫുൾ, നന്നാക്കുന്നു. It may be noted that ultra modern poets like T.S. Eliot, അത്യന്താധുനിക കവികളാകുന്ന T.S. എലിയട്ടിനെ പോലുള്ളവർ,
have imitated Donne in this regard. ഡണ്ണിനെ അനുകരിച്ചിട്ടുണ്ട്.